ഒരു 4 കരിക്കും കൂടെ കൊച്ചമ്മയ്ക്ക വേഗം വേണം. കൊച്ചമ്മയ്ക്കോ? ഏത് കൊച്ചമ്മ? ഏത് കൊച്ചമ്മന്നോ? മാധവി കൊച്ചമ്മ. അല്ല, നമ്മുടെ ചെന്തങ്ങമുക്കിലെ ചരക്കല്ലേ അത്? മാധവിക്കുട്ടി കരിക്ക് കുടിക്കാൻ പകലേങ്ങി ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു. ചെന്തങ്ങോ? അതെ സാറേ, ചെന്തങ്ങമുക്കിലെ മാധവിക്കുട്ടി. അത് അനാവശ്യം പറഞ്ഞാലേ അടിച്ചതിന്റെ പല്ലിയാന്തായിട്ടേ. എന്തുവാടാ നീ? എന്താടാ കൊച്ചമ്മയ്ക്ക് കരിക്കിടാൻ പറഞ്ഞപ്പോഴേ ഇവന്മാർ അനാവശ്യം പറയുന്ന അങ്ങനെ? പിന്നെ ഇതെന്റെ വന്നിട്ട് വകയല്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഈ പറമ്പ് ഞങ്ങളെ വകയാ. അപ്പോഴേ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാ. ഇത് മണിമംഗലത്ത് ഭവാനി അമ്മയുടെ വകയാണ്. അവർ എനിക്ക് പാട്ടത്തിന് തന്നിരിക്കുക, മനസ്സിലായോ? ഇതിപ്പൊരു നാണക്കേട് വരാനുണ്ടോ? ഭവാനി അമ്മയുടെ മറ്റവരായിട്ട് നടന്നു എന്നിട്ട് പറച്ചില്ലോ സത്തമുഴുവൻ എന്റെ നാടി പോലും. നിങ്ങളെ കൊണ്ടൊരു കരിക്കടിക്കാൻ പറ്റിയോ? ഒരു മുതലാളി. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾ ഇവിടെ ആരുമല്ലെന്ന്. എന്നോട് കൊണ്ടു. അപ്പൊ ഒന്ന് നില്ലങ്ങനെ തൊടുപുഴ കണ്ടോളാടാ. മണി, എടോ മണി, നമ്മുടെ സാധനങ്ങളിലെടുത്ത് കാറിക്കട്ടെ. പണ്ടാരും ഒടുങ്ങി. ഏതായാലും നമ്മുടെ കൊച്ചമ്മ രക്ഷപ്പെട്ടു. എല്ലാവരും കുറെ കൂടി പോകുന്നുണ്ട്. ജാനകി, ഇവിടെ നേരെ ഞങ്ങളുടെ സാധനങ്ങൾ എല്ലായിടത്തും വണ്ടി കയറ്റ്. ഇനി ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. എന്താ ഗോപാല, എന്തുണ്ടായി? എന്തുണ്ടായെന്നോ? ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങേർക്ക് മാനക്കൾ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചാ ഞാൻ മാറി താമസിച്ചത്. പിന്നെ ഈ വസ്തുക്കളൊക്കെ ഒന്ന് നോക്കുക അന്വേഷിക്കാൻ ചെയ്യാൻ വേണ്ടി ചേർത്തിയമ്മയുടെ ആവശ്യപ്രകാരമല്ലേ ഞാൻ വീണ്ടും ഇവിടെ വന്ന് താമസിച്ചത്. അതിനിപ്പോ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്നോ? നമ്മുടെ നിലം പാട്ടത്തിന് എടുത്തിട്ടില്ലേ ഒരുത്തൻ? ആരാ? ഗോവിന്ദനോ ഗോപാലനോ? എനിക്കറിയാൻ പറ്റില്ല. ഞാൻ നിലത്തോട്ട് കാലെടുത്ത് വെച്ചില്ല. അവൻ എന്തെല്ലാം പറയുന്നറിയോ? മാധവി ഞാനും ആരാണെന്ന് അറിയാതെ പോലും ഞങ്ങളെ അങ്ങേയറ്റം ആക്ഷേപിച്ചു. ഗോപാലൻ വിഷമിക്കണ്ട, ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. വേണ്ട, അയാൾ പറഞ്ഞത് ശരിയല്ലേ. എനിക്കിവിടെ എന്താ അധികാരം ഉള്ളത്? ഇതെല്ലാം ചേട്ടന്റെ വകയല്ലേ. ഇതിന്റെ നടത്തിപ്പുകാരനായിട്ട് പോലും എന്നെ കാണാൻ ജനങ്ങൾ കഴിയുന്നില്ല. അതും പോട്ടെ, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉത്തരവാദിത്വപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു? അതുമില്ല. നിലത്തിലൊരു പമ്പ് സെറ്റ് വെക്കാനോ ബ്ലോക്കിൽ പോയി വിത്തും വളം മേടിക്കാനോ എനിക്ക് വല്ല അധികാരമുണ്ടോ? ചേർത്തിയമ്മയ്ക്ക് ഇതിൽ ഇറങ്ങി പോകാൻ സാധിക്കുമോ? അതിന് വഴിയുണ്ടാക്കാം. ശങ്കരനായരെ, ആ വക്കീൽ സാറിനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയും.